1930 മുതൽ തുടങ്ങി 1950 ഇന്ത്യയിലും ലോകത്തും വേര് പിടിച്ച പുതിയ ഒരു കുറ്റം ചെയ്യുന്ന രീതിയാണ് വൈറ്റ് കോളർ ക്രൈം. വൈറ്റ് കോളർ ക്രൈം എന്ന് പറഞ്ഞാൽ സൈലന്റ് സ്ലീപ്പേഴ്സായിട്ട് നല്ല പ്രൊഫഷണലായി ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ മിടുക്കന്മാരായിട്ടുള്ളവർ, മിടുക്കികൾ, സമൂഹത്തിൽ അംഗീകാരമുള്ളവർ, സിസ്റ്റത്തിൽ ജോലി ചെയ്യുന്നവർ, അത് സിവിൽ സർവീസ് മുതൽ താഴോട്ടെടുത്താൽ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അങ്ങനെ ഏറ്റവും പ്രമുഖ ഫാർമസിസ്റ്റുകൾ, അങ്ങനെ പ്രമുഖരായിട്ടുള്ള ജോലി ചെയ്യുന്ന, സൈലൻ്റായിട്ട് ജോലി ചെയ്യുന്ന മിടുക്കരായിട്ടുള്ള ആളുകൾ ക്രൈം ചെയ്യും. ഇതിനെ നമ്മൾ വൈറ്റ് കോളർ ക്രൈം എന്ന് കേട്ടിട്ടുണ്ട്. അതായത് ഇന്ത്യയിലും ലോകത്തും ധാരാളം പേര് അങ്ങനെ വൈറ്റ് കോളർ ക്രൈമിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ നക്സൽ ബാരികളായിട്ടുള്ള ഒരുപാട് ആളുകളെ പിടിച്ചിട്ടുണ്ട്. മാവോയിസ്റ്റുകൾ പലരെയും ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. കാരണം അത് ഏതെങ്കിലും ഒരു തത്വശാസ്ത്രത്തിൽ വിശ്വസിക്കുകയാണെങ്കിലും ആ വിശ്വസിക്കുന്നവർ ഇതിലായിട്ടൊക്കെ ചെന്ന് പെടുമ്പോൾ ഇങ്ങനെ വരും. പണം കൊടുത്തും മതം കുത്തിവെച്ചുമൊക്കെ ഇങ്ങനെ ഒരുപാട് ക്രൈമൊക്കെ ചെയ്യിക്കുന്ന പദകാര്യങ്ങളുടെ ആശയാധിഷ്ഠിത ക്രൈമുകളാണിത്. അവരൊരിക്കലും വേറൊരു സംവിധാനത്തിനല്ല ചെയ്യുന്നത്. ഏറ്റവും പണത്തെക്കാൾ ഉപരി അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആശയമാണ്. ഇതിൽ നിന്ന് മാറി വൈറ്റ് കോളർ ടെററിസത്തിലേക്ക് ലോകം പോവുകയാണ്, രാജ്യം പോവുകയാണ്. അത് വല്ലാത്തൊരു മാറ്റമാണ്. പക്ഷേ ഇവിടെ നിർഭാഗ്യവശാൽ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. അത് പറയാതെ ഇനി ഇന്ത്യക്ക് ഒരു മില്ലിമീറ്റർ പോലും മുന്നോട്ട് പോകാനാവില്ല. ഞാൻ ഇന്നിപ്പോൾ ഒരു പത്രത്തിലെ ചിത്രം കാണിക്കാം. ഈ ചിത്രത്തിൽ ശരിക്ക് പറഞ്ഞാൽ 2 മുസൽമാന്മാർ കരയുന്ന രംഗമാണ്. ആ 2 മുസൽമാന്മാരുടെ പ്രശ്നം എന്താണ്? ഡൽഹി സ്ഫോടനത്തിൽ മരിച്ചയാളുടെ ബന്ധുക്കൾ മൗലാന ആസാദ് മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് മുന്നിൽ കരയുകയാണ്. മെഡിക്കൽ കോളേജിൻ്റെ പേരും മൗലാന ആസാദ് മെഡിക്കൽ കോളേജ് എന്നാണ്. അതുപോലെ തന്നെ കരയുന്നവരും മുസ്ലിമാണ്. പിന്നെ ഇതിനകത്ത് നിരവധി ചിത്രങ്ങളുണ്ട്. അതെല്ലാം മുസ്ലിം ആളുകളാണ് ഒരുപാട് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിൽ, ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനത്തിൽ ഒരുപാട് മുസ്ലിങ്ങൾ മരിച്ചു. എന്നാൽ ഇത് ചെയ്തിരിക്കുന്നതും മുസ്ലിം നാമധാരികളാണ്. ഡോക്ടർ ഉമർ നബിയിൽ തുടങ്ങി ഒരു വനിത അടക്കമുള്ള ആളുകൾ ഇതിനകത്ത് ചെന്നുപെട്ടിട്ടുണ്ട്. ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന നിരോധിക്കപ്പെട്ട അന്താരാഷ്ട്ര സംഘടനയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത്. എത്രയെത്ര സംഭവങ്ങൾ, പാർലമെൻറ്റിലെ സംഭവങ്ങൾ, പഹൽഗാം സംഭവത്തിൽ നിരവധി സംഘടനകൾക്ക് ജോലി ഉണ്ട്, അതിൽ എവരെയും പറയുന്നു. അങ്ങനെ ഇന്ത്യയിൽ തന്നെ എത്ര ആക്രമണങ്ങളാണ് നടത്തിയത്. നിങ്ങൾ നോക്കൂ, ഈ പത്രത്തിൻ്റെ ഒരു രീതി തന്നെ നോക്കൂ. എന്തുമാത്രം ആക്രമണങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടത്തിയിരിക്കുന്നത്. ഈ ആക്രമണങ്ങളൊക്കെ നടത്തി നമ്മുടെ സമൂഹത്തെ വല്ലാത്ത രീതിയിൽ കൊണ്ടുപോകുമ്പോൾ ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് അത് പറയുന്നതിന് മുമ്പ് ഇവർ 2000 ഏപ്രിൽ 20 ശ്രീനഗറിൽ 15 പേരെ കൊന്നു. ഇത് പത്രവാർത്തയാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് നോക്കി പറയുന്നത്. 2001 ഒക്ടോബറിൽ ജമ്മു കാശ്മീരിൽ 31 പേരെ കൊന്നു. 2001 ഡിസംബറിൽ പാർലമെൻറ്റ് ആക്രമണം നടത്തി. 2016 ജനുവരിയിൽ പത്താൻകോട്ട് എയർഫോഴ്സ് ആക്രമണം നടത്തി. 2016 സെപ്റ്റംബറിൽ കാശ്മീരിലെ 19 സൈനികരെയാണ് കൊന്നത്. 2019 40 ജവാന്മാരെ കൊല്ലപ്പെട്ടു. 2024 ജൂലൈയിൽ 5 സൈനികരെ, ജൂലൈ 5-ന് വഡോദരയിൽ വച്ച്, ദോഡയിൽ വച്ച് 4 സൈനികരെയും കൊല്ലപ്പെട്ടു. ഈ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന മസൂദ് അൻസർ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്. അപ്പോൾ എനിക്ക് ഇന്ത്യയിലെ, ഞാൻ പറയാൻ വന്ന വിഷയം അതല്ല, ഇന്ത്യയിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിയിട്ട് വേണം ഇന്ത്യക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. അതിവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും പിന്നെ എല്ലാ പാർട്ടികളും, BJPയും RSSും കോൺഗ്രസും എല്ലാവരും മനസ്സിലാക്കി വേണം ഇത് ഇന്ത്യ എന്ന രാജ്യത്തെ വിലയിരുത്തുവാൻ. ഞാൻ വളരെ വളരെ സങ്കടത്തോടെ പറയട്ടെ, 80% വരുന്ന മുസ്ലിം, അല്ലെങ്കിൽ 70% വരുന്ന മുസ്ലിം അല്ല, 70% വരുന്ന ഹിന്ദുക്കൾ ഇന്ത്യയിലെ കണക്കെടുത്താൽ ഒരു 70%-ന് 80%-ന് അല്ലെങ്കിൽ 70% പറഞ്ഞോളൂ, ബാക്കി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും സിഖുകാരും എല്ലാം കൂടെ പറഞ്ഞോളൂ. ഈ ഒരു 10-70% ഹിന്ദുക്കളാണ് ഇന്ത്യയിലുള്ളത്. ആ ഹിന്ദുക്കളെ ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അവരെയെല്ലാം തല്ലി മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ അവരെയെല്ലാം കൊന്നുകൊണ്ട് ഒരു മുസ്ലിം രാഷ്ട്രം ഇവിടെ സ്ഥാപിക്കാൻ കഴിയുമോ? ഒരു കാരണവശാലും കഴിയില്ല. അത് തീവ്രവാദി മുസ്ലിങ്ങളും സാധാരണ മുസ്ലിങ്ങളും ഒക്കെ ജിഹാദ് വിളിച്ചും അല്ലാതെയൊക്കെ പറയുന്ന ബഹളങ്ങൾ ഉണ്ടാക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ എന്ന് പറയുന്ന സംവിധാനത്തിൽ 70%-ത്തോളധികം ഹിന്ദുക്കളാണ്, ഹിന്ദുമത വിശ്വാസികളാണ്. അതിൽ കുറച്ച് പാർട്ടിക്കാർ കാണും, കമ്മ്യൂണിസ്റ്റുകാരാണ്, കോൺഗ്രസ്സുകാരാണ്, ബിജെപിക്കാരുണ്ടെങ്കിലും ജന്മം കൊണ്ട് നാമധാരികൾ എന്നുള്ള കൺസെപ്റ്റിൽ എടുക്കുമ്പോൾ ഹിന്ദുക്കളാണ്. അവരെ തല്ലിക്കൊന്നുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഹിന്ദുക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, 10-15-20% വരുന്ന മുസ്ലിംസിനെയോ
ക്രിസ്ത്യാനികളെയോ സിഖുകാരെയോ തല്ലിക്കൊന്ന് ഉന്മൂലനം ചെയ്തുകൊണ്ട് ഒരു ഇന്ത്യ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. ഇപ്പം ഹിന്ദുത്വ രാഷ്ട്രം ഹിന്ദുത്വ രാഷ്ട്രം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും പ്രായോഗികമാക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അപ്പോൾ പിന്നെ എന്താണ് ചെയ്യുക? നോക്കൂ, മുസ്ലിം നാമധാരികളായിട്ടുള്ള കുറച്ച് ഡോക്ടർ ഉമറിനെ പോലെയുള്ള ആളുകൾ, അവരുടെ ചേട്ടത്തി എന്ന് പറയുന്ന ഉമറിൻ്റെ ചേട്ടൻ്റെ ഭാര്യ, അവർ മുസ്ലിം വനിത, അവർ ഇങ്ങനെ ഇന്നലെ ഇംഗ്ലീഷ് ചാനലുകളിലൊക്കെ വന്ന് പറഞ്ഞിട്ട് നമുക്ക് സങ്കടം തോന്നും. വളരെ സൈലൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ്, പഠിക്കാൻ മിടുക്കനായ സ്റ്റുഡൻറ്റ്, ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയ അസിസ്റ്റൻ്റ് പ്രൊഫസർ, എത്ര മനോഹരമായ ഒരു കുടുംബവുമായിട്ടൊക്കെ കഴിയേണ്ട ആൾ, അവരെ കൂടെയുള്ള 4-5 പേരെ കഴിഞ്ഞ ജൂലൈയിലാണെന്ന് തോന്നുന്നു, ജൂലൈ 27-നാണെന്ന് തോന്നുന്നു, ജൂലൈ 27 ജമ്മു കാശ്മീരിൽ ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആളുകളുടെ ഒരു പോസ്റ്റർ കണ്ടു. അവിടെ നിന്ന് ഒരാളിനെ പൊക്കിയതാണ്. അവസാനം ഇത് ലോക്നാഥ് നായികിൻ്റെ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നു, ഫരീദാബാദിലെ കോളേജുകളിൽ എത്തുന്നു. അങ്ങനെ പിടിച്ച് 4 പേരെ വരെ അറസ്റ്റ് ചെയ്തു. ഒരു വനിത ഉൾപ്പെടെ 4 പേരെ അറസ്റ്റ് ചെയ്തു. 5-മനെ കിട്ടാതിരിക്കുന്ന 5-മനാണ് ഇതെല്ലാം കൂടി വാരി വെച്ച്. ഇതിനിടയിൽ 12,500 കിലോഗ്രാം വരുന്ന സ്ഫോടക വസ്തുക്കൾ പിടിച്ചു. ഇതിനിടയിലാണ് 300 കിലോഗ്രാം വരുന്ന സ്ഫോടക വസ്തു എടുത്തുകൊണ്ട് ഇയാൾ പോയി എന്നാണ് പറയുന്നത്. ഒരിക്കലും ഇയാളൊരു സ്ഫോടനത്തിന് വേണ്ടി വന്നതല്ല. കാരണം ഈ ചാന്ദിനി ചൗക്കിലോ അതുപോലുള്ള ആൾക്കൂട്ടമുള്ള സ്ഥലത്ത് വണ്ടി കൊണ്ട് പോകണ്ടേ, എവിടെയെങ്കിലും വണ്ടി ഇടിച്ചു കയറ്റണ്ടേ, ഇതൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ഇയാൾ മൂവിങ്ങിലായാണ് വണ്ടി, ഇയാൾ മൂവ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് സംഭവിച്ചതെന്ന് പറയുന്നത്. പത്രവാർത്തകൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇയാൾ രാവിലെ 7:30 മണിക്കോ മറ്റോ അവിടെ നിന്ന് ഇറങ്ങി, അയാൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങി, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള സ്ഫോടക വസ്തുക്കളുമായിട്ട് ഒരു ദിവസം മുഴുവൻ അദ്ദേഹം നടന്നു. ഇത് എവിടെയാണെന്ന് ഡിസ്പോസ് ചെയ്യുക. കാരണം പോലീസ് കൊണ്ടുപോകും അദ്ദേഹത്തിനെ പിടിച്ചു കഴിഞ്ഞാൽ, ഡിസ്പോസ് ചെയ്യാൻ. കൂടെയുള്ളവരെ പിടിച്ചു കഴിഞ്ഞു അതിൻ്റെ സ്ഫോടക വസ്തുക്കളുമായിട്ട്. അപ്പോൾ കൂടെയുള്ളവരെ സ്ഫോടക വസ്തുക്കളുമായിട്ട് പിടിച്ചപ്പോൾ തന്നെയും പിടിച്ചാൽ സ്ഫോടക വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുമല്ലോ, അല്ലെങ്കിൽ താൻ അകത്താവുമല്ലോ എന്ന് വിചാരിച്ച് ഇദ്ദേഹം രക്ഷപ്പെട്ടതാണോ? അങ്ങനെ ഇദ്ദേഹം വളരെ സൈലൻ്റായി ഇങ്ങനെ കാർ കൊണ്ട് നടന്നൊരു പ്രത്യേക ഘട്ടത്തിലെത്തിയപ്പോൾ അടച്ച കാറിനകത്ത് സ്ഫോടക വസ്തുക്കൾ ഇരുന്നാൽ നമുക്കറിയാം, വായു സഞ്ചാരം ഒന്നിലിരുന്നാൽ അത് പൊട്ടും. അങ്ങനെ പൊട്ടിച്ചാവേറ് കൂടി ആയതാണോ? ഇതൊക്കെ വളരെ ഗൗരവമായി NIA അന്വേഷിക്കുന്നുണ്ട്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് പകരം കൊടുക്കുമെന്നാണ് പറയുന്നത്. ഞാൻ വളരെ കൃത്യമായി പറയട്ടെ, ഇവിടുത്തെ മുസ്ലിം നാമധാരികളായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങൾ കൃത്യമായി, അത് പള്ളികളിലായാലും നിങ്ങളുടെ ജമാഅത്തുകളിലായാലും നിങ്ങളുടെ പാർട്ടികളിലായാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്, എല്ലാ പാർട്ടികളും സമസ്തയായാലും എല്ലാവരും ഭീകരതയെ തള്ളിപ്പറയുന്ന മുസ്ലിം സഹോദരങ്ങളായിട്ടുള്ള ആരെങ്കിലും ഭീകരതയുടെ പുറത്ത് പോവുകയാണെങ്കിൽ അത് നിരോധിക്കപ്പെട്ട പാർട്ടിയുടെ പുറത്ത് വേണം. ഇപ്പോൾ PFI പോലുള്ളതിനെ നിരോധിച്ചിരിക്കുകയാണ്. ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിച്ചിരിക്കുന്നു, SDPI നിരോധിച്ചിരിക്കുന്നു. SDPI നിരോധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു, PFI നിരോധിച്ചിട്ടുണ്ട്. അപ്പം നിരോധിച്ചിട്ടുള്ള പാർട്ടികളിൽ പോയി പ്രവർത്തിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇവിടെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കാമെന്നൊക്കെ വിചാരിച്ചാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഒരു കാരണവശാലും നടക്കുന്ന കാര്യമല്ല. കലാപം ഉണ്ടാകും എന്നതിനപ്പുറം ഒരുപാട് ആളുകൾ എല്ലാ വശത്തും മരിക്കുമെന്നത്, പ്രത്യേകിച്ച് RSS ഉണ്ട് ഇവിടെ. നിങ്ങൾ മനസ്സിലാക്കുക, പഴയ ഹിന്ദു സംവിധാനമല്ല RSS എന്ന് പറയുന്ന വളരെ മിലിറ്റൻ്റ് പോലുള്ള ഒരു വലിയ സംവിധാനം അവരുടെ ഹിന്ദു സംഘപരിവാർ സംഘങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പുറത്ത് മുസ്ലിം തീവ്രവാദത്തിൻ്റെ കുറേ സംഘങ്ങളുണ്ട്. ഇവരെല്ലാം കൂടി എന്താണ് ഈ സമൂഹത്തിൽ ഒരു കലാപമുണ്ടായാൽ എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് വളരെ കൃത്യമായി മുസ്ലിം സഹോദരങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ ജമാഅത്തി സംവിധാനങ്ങളിലും നിങ്ങളുടെ എല്ലാ സംവിധാനങ്ങളും വെച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഭീകരവാദികളെ തുരത്തണം. നിർഭാഗ്യവശാൽ ലോകത്തായാലും ഇന്ത്യയിലായാലും തീവ്രവാദികളെ പിടിക്കുന്നതിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം നാമധാരികളാണ്. അത് ഒരു നിർഭാഗ്യമാണ്. ഞാൻ ഭാഗ്യമെന്ന് പറയുന്നത് ഒരു നിർഭാഗ്യമാണ്. അത് ചർച്ച ചെയ്യപ്പെടണം. മറ്റ് സമുദായങ്ങളിലുള്ള ആളുകൾ ഇത്ര കണ്ട് പോകുന്നില്ല. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തിലും ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർ ഇങ്ങനെ തീവ്രവാദമായി ലോകത്തൊരിടത്ത് നടക്കുന്നില്ല. അപ്പോൾ ഇതൊരു മതവും കൂടി ഇതിനകത്ത് കുത്തിവെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ചെറുപ്പക്കാരെ രക്ഷപ്പെടുത്താൻ, പ്രത്യേകിച്ച് ഡോക്ടർമാരെയൊക്കെ ഡോക്ടർമാരെ എല്ലാ ചെറുപ്പക്കാരെയും, സാധാരണ തൊഴിലില്ലാത്തവരെയാണ് ഇവർ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ തൊഴിലുള്ളവരെ പോയിട്ട് വൈറ്റ് കോളർ ഓപ്പറേഷൻ, വൈറ്റ് കോളർ മൊഡ്യൂൾ എന്നൊക്കെ പേരിട്ട് കൃത്യമായി ഡോക്ടർമാരെയും ഫാർമസിസ്റ്റുകളെയും നഴ്സുമാരെയും ഒക്കെ കൈകാര്യം ചെയ്ത രീതിയിലേക്കുള്ളൊരു പുതിയ ടെററിസം ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഇത് മുളയിലേ നുള്ളണം. അത് നരേന്ദ്രമോദി വേഴ്സസ് മുസ്ലിം വേഴ്സസ് അങ്ങനെ പാകിസ്ഥാൻ ഇന്ത്യ വേഴ്സസ് എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞവസാനിപ്പിക്കുന്നു. ഇത് നമുക്ക് വേണ്ടത് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സിഖുകാരും ഹിന്ദുക്കളെല്ലാം ഒരു വശത്തും, മറുവശത്ത് നിൽക്കേണ്ടത് ഈ തീവ്രവാദികളുമാണ്. അവരെ തകർക്കാൻ ഗ്രാസ് റൂട്ട് ലെവൽ മുതൽ നമ്മൾ എല്ലാ ശ്രമങ്ങളും നടത്തേണ്ടതാണ്. അത് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും ജനതയുടെ നിലനിൽപ്പിനും വളരെ അനിവാര്യമാണ്.